Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ. നമുക്കിന്നൊരു ലബനീസ് സാലഡ് ഉണ്ടാക്കാം കേട്ടോ. ഒരു മെഡിറ്റേറിയൻ സാലഡ് ആണിത്. പാർസ്ലി ലീഫാണ് ഞാനിവിടെ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാള, ചെറുനാരങ്ങ, ഫ്ലക്സ് സീഡ് എടുത്തിട്ടുണ്ട്, സെസ്മെ സീഡ്സ് എടുത്തിട്ടുണ്ട്, വെളുത്ത എള്ളെന്ന് പറയില്ലേ അതാണ്, പിന്നെ ഒലിവ് ഓയിൽ. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഈ പാർസ്ലി ലീഫ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കൂടെ തന്നെ തക്കാളിയും സവാളയും ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. വളരെ ഹെൽത്തിയായ ഒരു സാലഡാണിത്. ജിമ്മിലൊക്കെ പോകുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി, ഇതിൽ നല്ല പ്രതിരോധ ശേഷിയും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാലഡ്സാണ്. ഈ ഒരു ചൂട് സമയത്ത് നമ്മൾ കൂടുതലും വെള്ളം കുടിക്കുന്ന പോലെ തന്നെ സാലഡ്സ് കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഈ പാർസ്ലി ലീഫൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരിക്കലും മല്ലിയില അല്ല കേട്ടോ. മല്ലിയിലയോട് സാമ്യം മാത്രമേ ഉള്ളൂ കാഴ്ചയിൽ. അതിൻ്റെ രുചിയോ മണോ ഒന്നും ഇതിന് കിട്ടില്ല. ഇത് കംപ്ലീറ്റ്ലി വേറെ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്, ഈ പാർസ്ലി ലീഫിന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പാർസ്ലി ലീഫ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് തക്കാളി ചെറുതായിട്ട്, അതായത് ചോപ്പ് ചെയ്ത പോലെ തന്നെ വളരെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് മിക്സ് ചെയ്ത് ചേർക്കേണ്ടതുണ്ട്. നമ്മൾ പച്ചയ്ക്ക് തന്നെയാണല്ലോ സാലഡ്സ് കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് കഴിക്കാൻ എളുപ്പത്തിനും കൂടിയാണ്. ഇതിൻ്റെ രുചിയും ആ ഒരു സ്വാദും തക്കാളിയുടെ ഒരു നീരൊക്കെ നന്നായി ഇറങ്ങി ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തക്കാളി കട്ട് ചെയ്ത് ചേർത്തു നമ്മുടെ പാർസ്ലി ലീഫിലേക്ക്. അതുപോലെ തന്നെ സവാളയും നമുക്ക് വളരെ നേരിയതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ചെറുതായിട്ട് തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ സെസ്മി സീഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ അളവിൽ സെസ്മി സീഡ് ഇട്ട് കൊടുക്കാം. ഫ്ലെക്സ് സീഡ് 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഈ തബൂല എന്നാണ് ഇതിൻ്റെ പേര്. ഈ സാലഡിൻ്റെ പേര് തബൂല എന്നാണ്. ഇത് പല ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഒരു നാരങ്ങയുടെ മുഴുവൻ നീരും വേണം കേട്ടോ. 2 ടേബിൾ സ്പൂൺ അളവിൽ ഇനി നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടങ്ങളിലൊക്കെ UAE-യിലൊക്കെ സൂപ്പർ മാർക്കറ്റിൽ തബൂല സാലഡ് എന്നും പറഞ്ഞിട്ട് നമുക്കിത് റെഡി ടു ഈറ്റ് നമുക്ക് കിട്ടും. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചത്. അപ്പോൾ ഒലിവ് ഓയിലും ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ആദ്യം ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് കൈ വെച്ച് തന്നെ ശരിക്കും ഞെരടി എടുക്കേണ്ടതുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നല്ല പോലെ ഒന്ന് ഞെരടി എടുക്കേണ്ടതുണ്ട്. ഇത് വളരെ ഹെൽത്തി ആയ ഒന്നാണ് കേട്ടോ. വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിശപ്പിന് കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡാണിത്. അത്യാവശ്യം വിശപ്പ് മാറുകയും ചെയ്യും, എന്നാൽ അധികം ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിലേക്കൊന്നും ചെല്ലുകയുമില്ല. കണ്ടോ, എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഞെരടിയെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബർ ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഇവിടെ ഞാൻ കുക്കുംബർ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന പോലെയാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുക്കുംബർ ഈ സമയത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർക്കാതിരുന്നത് കേട്ടോ. കാരണം കുക്കുംബർ നമ്മൾ ചേർത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഞെരടി പിഴിയുമ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടും അതിൽ. അപ്പോൾ നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം കുക്കുംബർ ഇങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ സ്ലൈസ് കുക്കുംബർ നമ്മൾ എടുത്തിട്ടും ഈ സാലഡിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് ഇതുപോലെ കഴിക്കാം. കണ്ടോ, ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ കുക്കുംബറും ഇതിൽ നമുക്ക് ചേർത്ത് കഴിക്കാനും പറ്റും. നല്ല സ്വാദായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ സാലഡ്സൊക്കെ ധാരാളം കഴിക്കാൻ ശ്രമിക്കുക ഈ വേനൽക്കാലത്ത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.